ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. നമ്മുടെ ഹോണ്ട ബൈക്ക് നമുക്ക് വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്കതിൻ്റെ പറഞ്ഞിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ്, അതേപോലെ തന്നെ ഫ്രണ്ട് ചെക്കപ്പ്, ഫ്രണ്ട് അടി കാണിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഫ്രണ്ട് ടൈറ്റും കാണിക്കുന്നുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ മാറ്റണം, വാട്ടർ സർവീസാണ്. അത്രയാണ് മെയിനായിട്ട് പറഞ്ഞാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് കോൺസെപ്റ്റിൻ്റെ കംപ്ലൈൻറ്റാണ് ഫ്രണ്ട് അടിയും ടൈറ്റും കാണിക്കുന്നതിൻ്റെ മെയിൻ റീസൺ കേട്ടോ. പിന്നെ അത് കൂടാണ്ട് ആ ബ്രേക്ക് ചില സമയങ്ങളിൽ ഒരു കല്ലപ്പ് പോലെ വരുന്നുണ്ട്, ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക്. അത്രയാണ് നമുക്ക് ഓടിച്ചു നോക്കിയപ്പോൾ തോന്നിയ കംപ്ലയിൻറ്റ്. നമ്മൾ വണ്ടി വർക്കിന് കയറ്റി ജനറൽ സർവീസിനായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡർ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. കമ്പനി ലൈൻഡർ കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡറാണ്. നമുക്ക് ആ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം. ബാക്ക് വീലിൻ്റെ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ ചെയിൻ ലൂസ് ഉണ്ട്, അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്തിടാനുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാനുണ്ട്. മാറ്റേണ്ട ഒരു ടൈം ആയിട്ടൊന്നുമില്ല, അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. ബാറ്ററി ആയാലും നമ്മളതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളതിൻ്റെ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് വിടുമ്പോഴായാലും 9.82. നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് ഇപ്പോൾ വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. ഓയിൽ ചേഞ്ച് ഏകദേശം ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് കളർ. അപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റി അതിൻ്റെ ഫിൽറ്ററും കൂടി മാറ്റി റീസെറ്റ് ആകുന്നുണ്ട്. ഫിൽറ്ററൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട്. സ്പാർക്ക് പ്ലഗ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിടാം, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആകാം. അത്യാവശ്യം തുരുമ്പിൻ്റേതായുള്ള പ്രോബ്ലംസൊക്കെ ത്രെഡിൻ്റെ ഭാഗത്തൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. തൽക്കാലം നമുക്ക് ക്ലീൻ ചെയ്ത് ഇട്ട് നോക്കാം. വേറെ മിസ്സിങ് പ്രോബ്ലം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും അഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നിലവിൽ അതിൻ്റെ ബ്രേക്കിൻ്റെ കാലിപ്പർ ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യാനുണ്ട്. അത്യാവശ്യം ഒരുവിധം ടൈറ്റ് കാണിച്ചു തുടങ്ങിയിരുന്നു. ബ്രേക്ക് പാഡ് നോക്കുമ്പോൾ പാഡ് ഫുള്ള് തീർന്ന് നിൽക്കണം കേട്ടോ. ഇത് ശരിക്കും എൻ്റെ ഇൻഡിക്കേഷൻ ലൈൻ ഈ ഭാഗത്ത്. ഈ പാഡ് നോക്കിക്കഴിഞ്ഞാൽ 3-4 ലൈൻ കാണാം. അതിനകത്ത് ഒരെണ്ണം മാഞ്ഞു തുടങ്ങി. അതേപോലെ തന്നെ ഇപ്പുറത്തെ പാഡുമേ ഉണ്ട്. അത് ശരിക്കും എൻ്റെ ഇൻഡിക്കേഷൻ ലൈൻ. അതിനോട് ചേർന്ന് വന്നു കഴിഞ്ഞാൽ മാറ്റണമെന്നുള്ളതാണ് ഓൾറെഡി അതിൻ്റെ ശരിക്കും ആ ലെവലിലേക്ക് എത്തുമ്പോൾ മാറ്റണം. അപ്പോൾ ഒരു പാഡ് ഫുള്ള് തീർന്നു, അതിന് ലൈൻ പോലും കാണാനില്ല, ഫുള്ള് തീർന്നു പോയേക്കാണ്. ഇത് വേണമെങ്കിൽ മൊത്തം മാഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് നമുക്ക് എന്തെങ്കിലും മാറണം. വീൽ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്തു, നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഇല്ല. പക്ഷേ ഹാൻഡിലിൻ്റെ ബെയറിംഗ്, അതായത് കോൺസെറ്റ് കംപ്ലയിൻറ്റാണ്. കോൺസെറ്റ് നമ്മൾ ഫ്രണ്ട് ഇവിടെ തന്നെ ഹാൻഡിൽ തിരിയണ ഭാഗത്ത് തന്നെ ബെയറിംഗ് ആണ്. അത് നമ്മൾ ഫുള്ളായിട്ട് ബോഡി ഫ്രണ്ട് ഭാഗം അഴിച്ചാലാണ് നമുക്കത് മാറ്റാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് അഴിച്ച് ചേഞ്ച് ചെയ്ത് ഇടേണ്ടതായിട്ട് വരും. അത് ഓൾറെഡി കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ഡിസ്ക് ബ്രേക്കിൻ്റെ കാലിപ്പർ അസംബ്ലി ടൈറ്റ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അതിൻ്റെ വന്ന യൂണിറ്റ് മാസ്റ്റർ സബ് അസംബ്ലി എന്ന് തന്നെ പറയാം, അതിൻ്റെ ഉള്ളിൽ പിസ്റ്റൺ ചെറിയൊരു ടൈറ്റ് പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഡിസ്കുമായി ബന്ധപ്പെട്ട ആ പ്രോബ്ലം സോൾവ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മാസ്റ്റർ അസംബ്ലി ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ റിപ്പയർ കിറ്റ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് നോക്കാം. അതൊരു മെറ്റൽ ടൈപ്പ് തന്നെ, അത് തേമാനം കൂടുതലോ അല്ലെങ്കിൽ ശരിക്കും അതിൻ്റെ റബ്ബർ ടൈറ്റ് ആവുക കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിടേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ആ മാസ്റ്റർ റിപ്പയർ കിറ്റ് അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റാണ് ഞാൻ തയ്യാറാക്കണേ. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടുതരാം. അപ്പോൾ ഡിസ്ക് ബ്രേക്ക് അടക്കം ചെയ്തു വരും. അപ്പോൾ ഡിസ്ക് ബ്രേക്കും കോൺസെപ്റ്റൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് കഴിക്കുമ്പോൾ അല്പം താമസം വരും. അപ്പോൾ അതടക്കം ചെയ്യുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് ജനറൽ സർവീസിൽ പുറമെയാണ് കോൺസെപ്റ്റും ഫ്രണ്ട് ഡിസ്കൊക്കെ, ഫ്രണ്ട് ഡിസ്ക് റീസെറ്റിങ്ങും കോൺസെപ്റ്റും ജനറൽ സർവീസിന് പുറമെ തന്നെ വർക്ക്, അഡീഷണൽ വർക്കാണ്. അപ്പോൾ ഞാൻ അതൊരല്പം സമയം പിടിക്കണ വർക്കുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസ് ഓൾറെഡി വാട്സാപ്പിനകത്ത് എനിക്ക് ഇടാം. ഏകദേശം നമുക്കൊരു 6-7 മണിക്ക് ആവും കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് കേട്ടോ. കാരണം എന്തായാലും നമുക്കൊരു 1.5 മണിക്കൂർ ഫ്രണ്ട് മാത്രം വരും. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ. കാരണം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്.